ഒരു ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹമുണ്ടാവും. കടയിലുണ്ടാകുന്ന നെഗറ്റീവായ എനർജികൾ ഇല്ലാതെയാകുവാൻ ഈ നെയ്വിളക്ക് കത്തിക്കുന്ന മുഖാന്തരം നമുക്ക് സാധിക്കും. പലരും 2 നേരവും 3 നേരവും ഒക്കെ കടയിൽ വിളക്ക് കത്തിക്കുന്നുണ്ട്. ഈ ഹോട്ടൽ പോലുള്ള സ്ഥാപനങ്ങൾ നടത്തുമ്പോൾ രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവും ഒക്കെ വിളക്ക് കത്തിക്കുന്ന കാണുന്നുണ്ട്. ഈ ഊണിന് സമയമാകുമ്പോൾ വിളക്കെല്ലാം കത്തിച്ച് വെച്ചിട്ട് ഊണ് സ്റ്റാർട്ട് ചെയ്യുന്നതൊക്കെ കാണാറുണ്ട്. അപ്പോൾ ഇതെല്ലാം നല്ലത് തന്നെയാണ്. അല്ലെങ്കിൽ രാവിലെ മാത്രം കത്തിക്കുക, അല്ലെങ്കിൽ രാവിലെയും വൈകുന്നേരവും കത്തിക്കുക, ഇങ്ങനെ ചെയ്യുന്നത് നല്ലതാണ്. ഒരു പുണ്യതീർത്ഥമെല്ലാം തളിച്ചതിന് ശേഷം വിളക്ക് വയ്ക്കുക. ഏറെ നല്ലത് നെയ്വിളക്ക് കത്തിക്കുന്നതാണ്. നെയ്വിളക്കെല്ലാം കത്തിച്ച് പ്രാർത്ഥിക്കുക. കഴിയും എന്നുണ്ടെങ്കിൽ ഒന്ന് നാമം ജപിക്കുന്നത് നല്ലതാണ്. നമ്മളൊരു ബിസിനസ് സ്ഥാപനം ഇട്ടിരിക്കുന്ന സമയത്ത് നമുക്ക് സമയം കാണില്ല വിളക്ക് വയ്ക്കാൻ അല്ലെങ്കിൽ നാമം ജപിക്കാനെന്ന്. എന്തായാലും വിളക്ക് വയ്ക്കുക. ഒരു 5 മിനിറ്റത്തെ കാര്യമേ കാണുകയുള്ളൂ. നിങ്ങളുടെ ബിസിനസ്സിൽ നഷ്ടം വന്നുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ, പണം വരുന്നില്ല എന്നുണ്ടെങ്കിൽ, വരാനുള്ള എളുപ്പമാർഗ്ഗമാണ് ആദ്യം ഒരു വിളക്ക് വയ്ക്കുക. നെയ്വിളക്ക് തന്നെ കത്തിക്കുക, വളരെ നല്ലതായിരിക്കും. അല്ലെങ്കിൽ ശുദ്ധമായ നല്ലെണ്ണ, ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നെയ്വിളക്ക് കത്തിക്കുന്നത് നല്ലതായിരിക്കും. അങ്ങനെ തെളിയിച്ചിട്ട് നമ്മൾ നമ്മുടെ ഒരു ഇരിക്കുന്ന സ്ഥലത്ത്, നമ്മുടെ മേശയിലോ അല്ലെങ്കിൽ നമ്മൾ ആ ജോലി സ്ഥലത്ത് ഇരിക്കുന്ന സ്ഥലത്ത് ഇരുന്ന് ചെറുതായിട്ടൊന്ന് നാമം ജപിക്കുന്നത് നല്ലതായിരിക്കും. അല്ലെങ്കിൽ നമ്മുടെ മൊബൈൽ ഫോണിൽ തന്നെ ഇപ്പോഴുണ്ട് എല്ലാവർക്കും വിഷ്ണു സഹസ്രനാമോ ലളിതാ സഹസ്രനാമം ഏത് വേണമെങ്കിലും നമുക്ക് ചെയ്യാവുന്നതാണ്. നമുക്കിഷ്ടമുള്ള ദേവത, കൂടുതലും വിഷ്ണു സഹസ്രനാമമൊക്കെ ജപിക്കുന്നത് നല്ലതായിരിക്കും. അല്ലെങ്കിൽ ശിവസഹസ്രനാമം, നമ്മുടെ ഇഷ്ടമുള്ള ദേവത ആരാണോ അവരുടെ സഹസ്രനാമം ഇങ്ങനെ കടയിൽ വളരെ സൗണ്ട് കുറച്ച് നമുക്ക് കേൾക്കാൻ കണക്കിന് ഇങ്ങനെ ഇട്ടിരിക്കുക, നമ്മളും അതിനോടൊപ്പം ചൊല്ലുക. അല്ലെങ്കിൽ ചെറുതായിട്ട് തന്നെ ഇങ്ങനെ പല കടകളും ഞാൻ കണ്ടിട്ടുണ്ട്. കൂടുതലും മറ്റ് വ്യക്തികളാണ് ഇതിടുന്നത്. കാരണം നമ്മുടെ മുസ്ലിം സഹോദരങ്ങളുടെ കടയിലൊക്കെ പോകുമ്പോഴത്തേക്ക് അവരുടെ നാമങ്ങൾ അല്ലെങ്കിൽ അവരുടെ പ്രാർത്ഥനകൾ കേൾക്കുന്നത് ഞാൻ ഒരുപാട് കടകൾ കണ്ടിട്ടുണ്ട്. നിത്യവും അവരിങ്ങനെ ഇട്ടിരിക്കുകയാണ്. അപ്പോൾ അവർക്ക് അതിൻ്റേതായ ഐശ്വര്യവും അനുഗ്രഹവും വന്നുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെയാണ് എല്ലാ മതത്തിലും എല്ലാ ദൈവങ്ങൾക്കും ഒരു ശക്തിയുണ്ട്, പോസിറ്റീവ് എനർജിയുണ്ട്. അപ്പോൾ അവരത്രയും ഭക്തിപൂർവ്വം ചെയ്യുമ്പോൾ അവർക്ക് അതിൻ്റേതായ അനുഗ്രഹം ഉണ്ടാകുന്നു, അവരുടെ ബിസിനസ് വളരുന്നു. അതുപോലെ നമുക്കും അതിനേക്കാളും 4 ഇരട്ടി ധനലാഭം ഉണ്ടാകും. നമ്മൾ അതുപോലെ ലളിതാ സഹസ്രനാമോ വിഷ്ണു സഹസ്രനാമോ ശിവസഹസ്രനാമമോ അല്ലെങ്കിൽ മഹാലക്ഷ്മിയുടെ സഹസ്രനാമോ മഹാലക്ഷ്മി അഷ്ടോത്തരമോ ഇതൊക്കെ ഇട്ടിരിക്കുക. വെറുതെ നമ്മുടെ ഫോണിൽ പാട്ടിടുന്നത് പോലെ ഇതിനെ അങ്ങ് പ്ലേ ചെയ്തിട്ടിട്ട് കേട്ടുകൊണ്ടിരിക്കുക. വളരെ നല്ലതായിരിക്കും. നമ്മൾ പ്രതീക്ഷിക്കാതെ നമ്മുടെ സ്ഥാപനം വളരും, ധനപരമായ ലാഭമുണ്ടാകും, നമുക്ക് നേട്ടമുണ്ടാകും. നമ്മൾ പ്രതീക്ഷിക്കുന്നതിന് കൂടുതൽ ഒരു മാസം നിങ്ങളിങ്ങനെ ചെയ്യുക. നമ്മുടെ വരുമാനം കഴിഞ്ഞ മാസത്തിൽ എങ്ങനെയായിരുന്നു, ഈ മാസം എങ്ങനെയാണ് എന്നൊക്കെ നോക്കുന്നത് വളരെ നല്ലതായിരിക്കും. അതുപോലെ കടയിൽ വളരെ ശുദ്ധമായ രീതിയിൽ, അതായത് എന്നും തന്നെ ക്ലീൻ ചെയ്യുക. പൊടിയോ വലകളോ വരാത്ത രീതിയിൽ കട പൂർണ്ണമായിട്ടും ക്ലീൻ ചെയ്യുക. നമ്മുടെ മേശ ക്ലീൻ ചെയ്യുക. കേഷിടുന്ന ആ ഒരു സ്ഥലത്ത് ശുദ്ധമായി എല്ലാ ദിവസവും ശുദ്ധമായി ക്ലീൻ ചെയ്യുകയും അതിൽ തീർത്ഥം തളിക്കുകയും അതിനോടൊപ്പം തന്നെ അക്ഷതം അല്ലാന്നുണ്ടെങ്കിൽ ഒരു അരി, ഒരു ചെറിയൊരു തട്ടത്തിൽ, ഒരു ചെറിയൊരു ബൗളിൽ കുറച്ച് അരിയും അതിൽ മഞ്ഞളും